നമസ്കാരം, എല്ലാവർക്കും സുഭാഷ് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 2 ചോദ്യങ്ങളാണ് ഫ്രം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് എൻട്രൻസിന്. ഈ പെർമ്യൂട്ടേഷൻ ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും, കാരണം നമ്മുടെ ഹയർ സ്റ്റഡീസിൽ കൂടുതലും ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇനി NDA ആണ്, കാരണം കീമെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. ഇനി NDA 2 ഉണ്ട് സെപ്റ്റംബർ 1 പിന്നെ NDA 1 and 2 25-ലുണ്ട് 2025-ൽ. ആ സമയത്ത് ഇനി ഇഷ്ടംപോലെ എൻട്രൻസുകളുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുന്നു എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം ഒത്തിരി കുട്ടികൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ NDA എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൊണ്ട് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇഷ്ടംപോലെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്സ് പഠിക്കണം, ഇഷ്ടംപോലെ ട്രിക്സുകൾ പഠിക്കണം, ഫാസ്റ്റായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻസ് പഠിക്കണം. ഇതെല്ലാം കൊണ്ട് ഒരു എൻട്രൻസിനെ നമുക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ ഒരു പ്രോബ്ലം ചെയ്ത് തീർത്ത് പരീക്ഷയ്ക്ക് പോയാൽ അവിടെ കൊണ്ട് നിന്ന് ഒരു കാര്യമില്ല. നമുക്ക് ആകെ കിട്ടുന്ന 1-1.25 മിനിറ്റാണ്. അപ്പോൾ അത് ആ സമയം കൊണ്ട് തന്നെ ഒരു പ്രോബ്ലത്തിനെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്സുകൾ യൂസ് ചെയ്തെങ്കിലേ പറ്റൂ. ട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ട്രിക്സിൽ കൂടെ അല്ല, നമുക്ക് ട്രിക്സുകൾ യൂസ് ചെയ്യണം, ഷോർട്ട് കട്ട്സുകളെല്ലാം ഉണ്ട്, പല രീതിയിൽ കൂടെ ഉണ്ട്, അങ്ങനെയെല്ലാം യൂസ് ചെയ്യണം. പിന്നെ എൻട്രൻസ് പഠിക്കുന്നതിൻ്റെ മറ്റൊരു പ്രയോജനം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു കോച്ചിങ്ങിനൊക്കെ ചേർന്ന് പഠിക്കുമ്പോൾ നമ്മുടെ വിചാരം എൻട്രൻസ് പഠിക്കാൻ വേണ്ടി എന്നുള്ളതല്ലത്. നിങ്ങളിനിപ്പോൾ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റൊരു ഹയർ കോഴ്സിന് പോകുമ്പോൾ ഇതിൻ്റെ പ്രയോജനം ഭയങ്കരമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏത് കോഴ്സിന് പോയാലും വളരെ ഈസി ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ പഠിക്കുന്ന ഇതിൻ്റെ പ്രയോജനം. അല്ലാതെ നമുക്ക് സാധാരണ രീതിയിൽ കൂടെ ഒന്ന് +2 കഴിഞ്ഞു നിങ്ങളൊരു കോഴ്സിന് പോയാൽ അവിടെ കിടന്ന് ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരും. ബട്ട് ഇപ്പോൾ ഈ കോച്ചിങ് ഒക്കെ ഒന്ന് എടുത്ത് പഠിച്ച ശേഷം നിങ്ങൾ പോവുകയാണെങ്കിൽ ഏത് കോഴ്സും സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ആവാൻ വരെ സാധ്യത കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രയോജനം. നമുക്ക് ക്വസ്റ്റ്യനോട് കയറാം. The value of NCR plus 2 NCR minus 1 plus NCR minus 2 ഇതാണ് കേട്ടോ. 3 പേരുടെ സമ്മാണ്. ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ച ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് അതിൻ്റെ റിസൾട്ട്. NCR പ്ലസ് NCR മൈനസ് 1. ഓക്കെ, NCR പ്ലസ് NCR മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും N. ഇവിടുത്തെ പ്രത്യേകത ഇത് 6, ഇതെന്താണ് R-1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇയാളെക്കാൾ 1 കുറവാണ് ഇവിടെ, പക്ഷെ ഇത് രണ്ടും എന്താണ് സെയിം ആണ്. ഇങ്ങനെ വന്ന രണ്ടിനെയും കൂടെ ഇതിന് നമുക്ക് ഒരുമിച്ച് ഒറ്റ ടൈമായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇത് എന്നുകളല്ലയോ, 1 കൂട്ടുക N+1. ഓക്കെ, ഇനി ഇതിനുള്ളിൽ ആരെയാണ് എഴുതുന്നത് നോക്കിക്കേ. ഇതിനുള്ളിൽ വലുത് എഴുതണം. R-1 6. ആരാ മോനെ വലുത്? 6 അല്ലയോ? മറ്റേ R-1 1 കുറവാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ റിസൾട്ടാണ് നമ്മൾ ഇവിടെ ഫുൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. NCR പ്ലസ് NCR മൈനസ് 1 പ്ലസ് NCR മൈനസ് 1 പ്ലസ് NCR മൈനസ് 2. എന്താണ് മനസ്സിലായെന്ന് തോന്നില്ലയോ? ഇവിടെ 2 ടൈംസ് ഉണ്ടായിരുന്നു NCR മൈനസ് 1. അതിനെ മുറിച്ച് 2 എണ്ണമാക്കി ഓരോന്ന് വീതം. ഓക്കെ, 2x ക്യാൻ ബി x പ്ലസ് x. അത്രയും. ഇപ്പോൾ ടോട്ടലി 4 ടൈംസായി. ഇപ്പം നിങ്ങൾക്ക് ഇതിനെ സീക്വൻസ് പോലെ ഇതിനെ ഈ റിസൾട്ട് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കിയോ, ഇവിടുത്തെ ആദ്യത്തെ 2 ടൈംസ് നോക്കിക്കോ മോനെ. NCR മൈനസ് 1. NCRും NCR മൈനസ് 1 കറക്റ്റ് ആ റിസൾട്ടാണ്. ഇവരെ രണ്ടുപേരും കൂടെ ചേർത്ത് NCR എന്നെഴുതും. ഇവിടെ ആരെ ഇട്ടേക്കണം? പ്ലസ്. ദാറ്റ് മീൻസ് N+1 CR. ഓക്കെ, പ്ലസ് NCR മൈനസ് 1 പ്ലസ് NCR മൈനസ് 2. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് N+1 CR, ഇത് NCR മൈനസ് 1 NCR മൈനസ് 2. ഇവരെ രണ്ടുപേരും കൂടെ നിങ്ങൾ നോക്കിക്കേ. ഈ രണ്ടുപേരെ ഒന്ന് നോക്കിക്കേ. ഇവർക്കും പ്രത്യേകത ഉണ്ട് മോനെ. NCR മൈനസ് 1 NCR മൈനസ് 2 നോക്കിക്കേ. ഇത് രണ്ടും സെയിം ആണ്. ഇത് R-1, ഇത് 1 കുറഞ്ഞ് R-2. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ ചേർത്ത് നമുക്ക് N+1 തുടങ്ങാം. ഇത് N, ഇത് N, ഇത് R-1, ഇത് R-2. ഇതേപോലെ തന്നെ അല്ലേ? ഇതിനേക്കാൾ 1 കുറവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ്? N+1 C ആരെഴുതുമെന്നാണ് പറഞ്ഞത്? ഇതിനുള്ളിലെ വലുത് R-2 R-1. ആരാണ് വലുത്? R-1 പ്ലസ്. അപ്പോൾ ഇതിനെ നോക്കി എഴുതി N+1 CR. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനെ ഒറ്റ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാം. ഇതിനെ ഇങ്ങനെ എഴുതാം, ഇതിനെ ഇങ്ങനെ എഴുതാം. അത്രയുമേ ഉള്ളൂ. ഞാൻ 2 ആക്കി യൂസ് ചെയ്തു. ഇപ്പോൾ ഇവരെ രണ്ടുപേരെ കൂടെ നോക്കിക്കാൻ മോനെ. ഇത് രണ്ടും സെയിം കണ്ടോ. N+1, ഇത് N+1, ഇത് R, ഇത് 1 കുറവ് R-1. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടും ഇവിടെ ഉപയോഗിക്കുമ്പോൾ 1 കൂട്ടി എത്ര എഴുതണം? N+2. കണ്ടോ,
ഇവിടെ എന്നുകൾ വന്നപ്പോൾ ഇവിടെ n+1 കണ്ടോ, ഇവിടെ എന്നുകൾ വന്നപ്പം ഇവിടെ എന്തായി n+1 ആയി. അപ്പോൾ ഇവിടെ n+1കൾ രണ്ടിടത്തും വരുമ്പോൾ ഇവിടെ എന്താകണം, ഒന്ന് കൂട്ടി n+2c. ആരെയായിരിക്കണം എഴുതേണ്ടത്? ഇത് r-1, ഇത് r. ആരാ വലുത്? r ആണ് കേട്ടോ. ദാറ്റ് ഈസ് n+2cr. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആയിരുന്നല്ലോ. അപ്പോൾ ഇതിനെ നിങ്ങൾ മാക്സിമം സ്പീഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനെ പതുക്കെ ചെയ്തതുപോലെ ആവരുത്. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എത്ര സമയത്തിനുള്ളിൽ ഇത് തീർക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇവനെ ഈസി ആകത്തുള്ളൂ. നെക്സ്റ്റ്, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ അടിപൊളി ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ക്വസ്റ്റൻ കേട്ട് കഴിഞ്ഞാൽ ഒരു പരിചയമുള്ള പോലെ തോന്നും, പക്ഷേ നമുക്ക് അതിൻ്റെ മെത്തേഡ് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്വസ്റ്റൻ നോക്കിക്കേ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് 9600. ഡിവൈസേഴ്സ് എന്താ ഈ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ? ഞാൻ ചെറിയ നമ്പർ ഒന്നെടുത്ത് കാണിക്കാം. ഇപ്പോൾ 12ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് അതേ ഉള്ളൂ. 12നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നോക്കിക്കേ, 1 കൊണ്ട് ചെയ്യാം, ശരിയല്ലയോ? 2 കൊണ്ട് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം, 4 കൊണ്ട് ചെയ്യാം, 6 കൊണ്ട് ചെയ്യാം, 12 കൊണ്ട് ചെയ്യാം. ഇത്രയും നമ്പേഴ്സും കൊണ്ടും 12നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതാണ്. അപ്പോൾ ഇവരെ വിളിക്കുന്ന പേരാണ് എന്താ? ഡിവൈസേഴ്സ്. അങ്ങനെയാണെങ്കിൽ 9600ൻ്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 9600യെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ 2 ഉണ്ടാകുമ്പോൾ 4800, പിന്നെ 2 ഉണ്ടാകുമ്പോൾ 2400, പിന്നെ 2 ഉണ്ടാകുമ്പോൾ 1200, പിന്നെ 2 ഉണ്ടാകുമ്പോൾ 600, പിന്നെ 2 ഉണ്ടാകുമ്പോൾ 300. ഓക്കെ ആണല്ലോ. പിന്നെ 200 ആകുമ്പോൾ 150, പിന്നെ 200 ആകുമ്പോൾ 75. അവിടെ വരെ ഓക്കെ അല്ലേ? 2 കൊണ്ട് പറ്റി. ഇനി 75നെ ചെയ്യുമ്പോൾ നോക്കണം, 3 കൊണ്ടോ 5 കൊണ്ടോ പറ്റും. 5 കൊണ്ടാകുമ്പോൾ 15 കിട്ടും, പിന്നെ 5 കൊണ്ടാകുമ്പോൾ 3 കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കുക എത്ര 2 കൊണ്ട് നോക്കിക്കുക. 1 2 3 4 5 6 7 7 തവണ 2, 2 തവണ 5, ഒരു 3 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 9600 ഈക്വൽ ടു 2⁻7 × 3 × 5⁻2. ശരിയല്ലയോ? 7 2ഉം ഒരു 3ഉം 2 5ഉം. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നിന്നും എങ്ങനെയാണ് നമ്പർ ഓഫ് ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 3 ബ്രാക്കറ്റ് ഇൻറ്റു ചെയ്യുക. കാരണം ഇവിടെ 3 ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് കേട്ടോ. പ്രൈം ഫാക്ടേഴ്സ് 3 ആണെങ്കിൽ 3 ബ്രാക്കറ്റ്, പ്രൈം ഫാക്ടേഴ്സ് 4 ആണെങ്കിൽ 4 ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതിനെ കണ്ടാൽ ഓക്കെ ആയല്ലോ. ഇവിടുത്തെ പവർ എത്ര? 7. ഇവിടുത്തെ പവർ എത്ര? 1. ഇവിടുത്തെ പവർ എത്ര? 2. പവർ +1, ദാറ്റ് മീൻസ് 7 + 1, 1 + 1, 2 + 1. ഇതിന് ഫോർമുലാസ് ഒക്കെ ഉണ്ട്. n1 + 1, n2 + 1, n2 n3 + 1. അതൊക്കെ ഞാൻ ഫോർമുല ഒന്നും എഴുതുന്നില്ല. 3 പവറുകളും കിട്ടിയ സ്ഥിതിക്ക് പവർ +1, പവർ +1, പവർ +1. ആൻസർ വരുമ്പോൾ 8 × 2 × 3. ഓക്കെ, 8 × 2 16, 6 × 3 ആൻസർ ഈസ് ആരാണ്? 48. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ് മീൻസ് ഡിവൈസേഴ്സിൻ്റെ എണ്ണം. നമ്മൾ പണ്ട് ഫാക്ടർ എന്ന് പറയുന്ന പോലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോബ്ലത്തിന് നമുക്ക് ആ രീതിയിൽ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടി? 48 കിട്ടി. അങ്ങനെയാണെങ്കിൽ 12നെ നമുക്ക് ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഡിവൈസേഴ്സ് 1 2 3 4 5 6 6 ഡിവൈസേഴ്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 6 എണ്ണമാണ്. നമുക്ക് അങ്ങനെയാണ് ഈ മെത്തേഡ് കൂടെ അത് കിട്ടുന്നുണ്ടോ നോക്കാം. 12നെ നമുക്ക് ചെയ്യുമ്പോൾ 2 6 2 3 ശരിയല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. 2 × 2 × 3 എന്ന് പറഞ്ഞാൽ 2² × 3⁻1. ഇപ്പോൾ 2 പ്രൈംസേ ഉള്ളതുകൊണ്ട് 2 ബ്രാക്കറ്റ്സ്. ഓക്കെ ആണല്ലോ. ബ്രാക്കറ്റിൽ എഴുതാൻ ഇങ്ങനെ ഫസ്റ്റ് 2 പവർ +1, അടുത്ത പവർ +1. ആൻസർ 2 + 1 3, 1 + 1 2. ആൻസർ കറക്റ്റ് എത്ര കിട്ടി? 6 കിട്ടി. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ഡിവൈസേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡ് കിട്ടിയല്ലോ. ഇനി ഏത് വലിയ നമ്പർ വന്നാലും ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിവൈസേഴ്സ് കിട്ടും. ഗുഡ് ബൈ.